വടക്കേ അമേരിക്കയിലെ കാൽപന്താരവത്തിന് ബ്രസീലിയൻ കോച്ച് കാർലോ അഞ്ചലോട്ടി തന്റെ 26-അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ഹതഭാഗ്യരായ ചില താരങ്ങളുണ്ട്. പരിക്കും കോച്ചിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ കാരണവും ടീമിൽ ഇടം ലഭിക്കാതെ പോയവർ. ആരാധകർ പ്രതീക്ഷിച്ച പല പ്രഗത്ഭ താരങ്ങൾക്കും ടീമിന് പുറത്താണ് സ്ഥാനം. അതിൽ ഫുട്ബോൾ പണ്ഡിറ്റുകൾ ഒരേപോലെ ചോദ്യമുയർത്തിയത് ജാവോ പെഡ്രയുടെ അഭാവത്തെക്കുറിച്ച് തന്നെയായിരുന്നു. ചെൽസിക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. എന്നിരുന്നാലും ആഞ്ചലോട്ടിയുടെ പേപ്പറിൽ അയാളുടെ പേരിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗായ പ്രീമിയർ ലീഗിൽ 15 ഗോളുകളാണ് അദ്ദേഹം ടീമിനു വേണ്ടി അടിച്ചുകൂട്ടിയത്. കൂടെ ഈ സീസണിലെ ചെൽസിയുടെ പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡും പെഡ്രോ സ്വന്തമാക്കി. എന്നിരുന്നാലും ആഞ്ചലോട്ടിയുടെ കണ്ണിൽ പൊടിയിടാൻ അതൊന്നും മതിയായിരുന്നില്ല. ആഞ്ചലോട്ടിയുടെ ചോയ്സ് നെയ്മറായിരുന്നു. ആ തീരുമാനത്തിൽ പല മാധ്യമങ്ങളും വിമർശനമുയർത്തി. അതിൽ ഒന്നിങ്ങനെയാണ്: ലോകത്തിലെ നമ്പർ 1 ലീഗായ പ്രീമിയർ ലീഗിലെ 15 ഗോളുകളേക്കാൾ സാന്റോസിലെ നെയ്മർ കളിച്ച 15 മത്സരങ്ങൾക്കാണോ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത്? അതെന്നല്ലാതെ ആഞ്ചലോട്ടിക്ക് മുന്നിൽ മറ്റൊരു ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെനസ്വലക്കെതിരെയും ഉറുഗ്വേക്കെതിരെയും പകരക്കാരന്റെ വേഷത്തിൽ ജാവോ പെഡ്രോയെ ആഞ്ചലോട്ടി പരീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രതീക്ഷക്കൊത്ത് പ്രകടനമെടുക്കാൻ സാധിച്ചില്ലായിരുന്നു. മറ്റു പരിശീലകർക്ക് കീഴിൽ കളിച്ച കണക്കുമെടുത്താൽ ടോട്ടൽ 8 മത്സരങ്ങളിലാണ് അദ്ദേഹം പന്ത് തട്ടിയത്. നിർഭാഗ്യമെന്നോണം തന്റെ പ്രതിബദ്ധം തെളിയിക്കാൻ അദ്ദേഹത്തെ സാധിച്ചില്ലായിരുന്നു. അതോടെ ആഞ്ചലോട്ടി വിഴുതിയെഴുതി കാണണം. പകരക്കാരന്റെ റോളിൽ മാത്രം കളത്തിലിറങ്ങിയിരുന്ന ഗബ്രിയൽ മാർട്ടിനെലി ടീമിൽ ഉണ്ടെന്ന കാര്യം ഓർക്കണം. കുടുംബസമേതം അത്രയും പ്രതീക്ഷയോടെയായിരുന്നു ജാവോ പെഡ്രോ ബ്രസീലിന്റെ സ്ക്വാഡ് കോളപ്പ് കണ്ടിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചായിരുന്നു ആഞ്ചലോട്ടിയുടെ പ്രഖ്യാപനമെത്തിയത്. ഇടം ലഭിക്കാത്തതിൽ മറ്റൊരാൾ ഖത്തറിലെ 2022 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റിച്ചാർലിസനാണ്. താരത്തിന്റെ ഫോമില്ലായ്മയും റയൽ മാഡ്രിഡിൽ നിന്ന് ലിയോണിലേക്ക് ചേക്കേറി അവിടെ സംഹാര താണ്ഡവം നടത്തിയ എൻട്രിക്കിന്റെ പ്രകടനങ്ങളുമാണ് റിച്ചാർലിസന്റെ സ്ഥാനത്തിന് വിലങ്ങുതടിയായത്. രണ്ടു വർഷമായി തന്റെ പഴയ ഫോമിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ അലയുന്ന റിച്ചാർലിസനെയാണ് ഇന്ന് വരെ ഫുട്ബോൾ ലോകം കണ്ടത്. ബ്രസീലിയൻ ടീമിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പോടിയായി ലീഡ്സ് യുണൈറ്റഡും ടോട്ടൻഹാമും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ റിച്ചാർലിസൺ നിരവധി അവസരങ്ങൾ പാഴാക്കിയത് താരത്തിന് തിരിച്ചടിയായി. ബ്രസീൽ ടീമിൽ അവസരം ലഭിക്കണമെങ്കിൽ പരിശീലകൻ ആഞ്ചലോട്ടിക്ക് ചില ചട്ടങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു പൂർണ്ണ ഫിറ്റ്നസ്. അതിന്റെ പിടിയിൽപ്പെട്ടത് മാഡ്രിഡ് താരം എഡർ മിലിറ്റാവോയാണ്. ഡെപ്പോർട്ടീവോ അലാവസിനെതിരെ റയൽ മാഡ്രിഡിന്റെ മത്സരത്തിനിടെ മിലിറ്റാവോക്ക് ഇടതു തുടയിലെ പേശികൾക്ക് ഡിസംബറിലേറ്റ പരിക്കിന് സമാനമായി വീണ്ടും ഇഞ്ചുറിയുടെ കുരുക്ക് വീണു. അതിനെ തുടർന്ന് ശസ്ത്രക്രിയയും നീണ്ട വിശ്രമവും വേണ്ടിവന്നതിനാൽ സീസണിലെ ശേഷിച്ച മത്സരങ്ങളും ലോകകപ്പിലെ മോഹത്തട്ടകവും കരിയറിലെ സങ്കടക്കുറികളായി. ആന്റണിയുടെ കാര്യവും ഏകദേശം ജാവോ പെഡ്രയുടെ അഭാവങ്ങൾക്ക് സമമാണ്. സ്പാനിഷ് ലാലിഗയിൽ റയൽ ബെറ്റിസിനായി നിറഞ്ഞാടിയിട്ടും താരത്തിന് അവസരം ലഭിച്ചിട്ടില്ല. 14 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ആന്റണി ചികഞ്ഞെടുത്തത്. ആന്റണി കളിക്കുന്ന റൈറ്റ് വിങ് ആൻഡ് ഫോർവേഡ് പൊസിഷനിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ആന്റണിയും കാമുകയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ആന്റണി കളിക്കുന്ന റൈറ്റ് വിങ്ങിൽ ബാർസയുടെ ചാട്ടുള്ളി റാഫിഞ്ഞയും നിലവിൽ മികച്ച ഫോമിൽ കളിമെനയുന്ന യുവതാരങ്ങളുടെ സാന്നിധ്യങ്ങളുമാണ് ആഞ്ചലോട്ടിയെ ആന്റണിയുടെ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പുറത്തുവിട്ട 55-അംഗ സ്ക്വാഡിൽ 41-കാരനായ തിയാഗോ സിൽവ ഇടം പിടിച്ചെങ്കിലും ചാണക്കിന്റെ ഫൈനൽ ചോയ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ലായിരുന്നു. 2022 വേൾഡ് കപ്പിന് ശേഷം ഒരു അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും അദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടില്ല. ചെൽസിയിൽ നിന്ന് ഫ്ലുമിനൻസിലേക്കും പിന്നീട് വിന്റർ ട്രാൻസ്ഫറിലൂടെ പോർട്ടോയിലുമാണ് ഖത്തറിലെ വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം കളിച്ചത്. കാൽപന്തിന്റെ രാജാക്കന്മാർക്ക് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം. അതിനൊക്കെ വേണ്ടി തന്നെയാണ് പ്രായം 40 കഴിഞ്ഞ സിൽവയെ മാറ്റി നിർത്തി പല യുവതാരങ്ങളെ ടീമിലെടുത്തത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാവിനോക്കും കാർലോയുടെ കാനറിപ്പടയിൽ സ്ഥാനമില്ല. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചട്ടങ്ങൾ അറിയാമല്ലോ. കനത്ത റൊട്ടേഷൻ പോളിസിയാണ് ടീമിന്റെ ഘടകം. അതുകൊണ്ട് തന്നെ തുടർച്ചയായി സാവിനോക്ക് ഫസ്റ്റ് 11-ൽ അവസരങ്ങൾ ലഭിക്കാറേ ഇല്ലായിരുന്നു. ആ അവസ്ഥ കണക്കിലെടുത്താണ് സെലറ്റിക് സാവിനോയെ ടീമിൽ ഒഴിവാക്കിയത്.
കാര്യങ്ങളുടെ കിടപ്പുവശം ഇത്തിരി മോശമാണെങ്കിലും കാർലോ അഞ്ചലോട്ടി ഇങ്ങനെയെല്ലാം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഇല്ലാതിരിക്കില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.